ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എന്താണ് നമ്മൾ ലെസ് പ്ലേ സീരീസ് ഇല്ലാത്തതിന് വരട്ടെ. ഇതാണ്ട് നമ്മളിപ്പോൾ ഹൈവിലാണ് നിൽക്കുന്നത്. ഒരു സെർവർ പ്ലേ. നിങ്ങളെല്ലാവരും ചോദിച്ചായിരുന്നു സെർവർ പ്ലേ എന്ന്. നമ്മളിന്ന് ബെഡ് വാർ കളിക്കാൻ പോവാണ്. ഇന്ന് അനങ്ങാത്ത കാര്യം. വാ സെർവർ പ്ലേ. എൻ്റെ വൈഫ് ഓഫായി. ഒരു മിനിറ്റ്. സർവേ ഇനി വൈഫ് ഓഫ് ആവല്ലേ. എനിക്ക് വല്ല ഫ്രണ്ടിനെ ഉണ്ടാക്കണമെന്നുണ്ട്. ഫ്രണ്ടിനെ ഉണ്ടാക്കിയാൽ എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. വൈഫൈക്ക് ഓണ എല്ലാം സെറ്റ്. നിൻ്റെ ചാർജ് തരാത്ത 45% പട്ടംപൊളി ചാബി 45 വെച്ചാൽ 1000 ചുമ്മാ. ഇനി ബെഡ് വാർ സ്കോഡ് കളിക്കാം. എനിക്ക് വയ്യ ബെഡ് വാർ ഒറ്റയ്ക്ക് കളിക്കാൻ. ഡ്യൂ കളിച്ചാണ്. ഡ്യൂ ആണെങ്കിൽ ഉണ്ടല്ലോ എന്നെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് ഓടൂടെ. ഇപ്പം തുടങ്ങും. 2 പേരും കൂടെ മതി. വീഡിയോ ഇരിക്കുന്നതുകൊണ്ട് ചെറിയ ലാഗൊക്കെ ഉണ്ട്. എനിക്കാണ് എൻ്റെ ബെഡ് വാറിൻ്റെ സ്കില്ലൊക്കെ നിങ്ങൾക്ക് കാണാം. ഇപ്പം ആദ്യമേ ജീസസ് മാർക്ക് എനിക്ക് പുതിയ ഇമോട്ടൊക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ വേറെ സ്കിന്നെ എന്താണ് ആർക്കറിയാം. ചത്ത് എന്തൊക്കെയായിരുന്നു നടന്ന്. ഒരിതും കൂടെ ഉണ്ടെങ്കിൽ സിമെട്രി. നമുക്കിനി പോയി ഇതങ്ങ് ബൈ ചെയ്യാം. 2 സ്റ്റാക്ക് ബൂളും ഒരു വാളും. ഈ വൂളും കൊണ്ട് ആദ്യമേ നമ്മുടെ ബെഡിനെ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പുറത്ത് ഐലൻഡിലോട്ട് കുറച്ച് പേര് വന്ന് ഇവിടെയൊക്കെ ഡയമണ്ട് ഉണ്ടോ? ഡയമണ്ട് അങ്ങോട്ടാണ്. പെട്ടെന്ന് ഡയമണ്ട് കളിയാ. ഡയമണ്ട് എടുത്തിട്ടുണ്ട്. അയ്യേ ന്യൂബ് ചേട്ടാ നേരെ പോയി കുടിക്കാത്ത കാര്യം. എനിക്ക് ഇങ്ങനത്തെ സ്ഥലമൊന്നും ഇഷ്ടമല്ല. മറ്റേ സ്ഥലമൊക്കെ ഇല്ലേ വെളുത്ത ഡാർക്ക് വൈബ്. അളിയ എനിക്ക് വേണം. എനിക്ക് ഇത് വാളും പിടിച്ചോണ്ടിരിക്കും. ഒരാൾ അപ്പുറത്തിരിക്കുന്നു. അയാളെങ്ങനെങ്കിലും പറഞ്ഞ് തെണ്ടി വിടാം. ഇങ്ങോട്ട് നമുക്ക് കുറച്ച് കട്ടയൊക്കെ മേടിച്ച് വയ്ക്കാം. കട്ടയല്ല ഇതങ്ങോട്ട് മേടിച്ചിട്ട് ആദ്യമേ തന്നെ അങ്ങോട്ട് നമുക്ക് ഇതങ്ങോട്ട് ഫിറ്റ് ചെയ്യാം. ആരെങ്കിലുമൊക്കെ ഇപ്പം തര വേണേ ഒരാളുകൊണ്ട് അവനെ തെള്ളിയിട്ട് ഫോട്ടോ കളിയാ. ഞാനുണ്ടല്ലോ അണ്ണൻ കില്ലാടിദാസ്. ഒരു പേടിയും വേണ്ട. അണ്ണം വരും, സാധനങ്ങളെടുക്കും. ആരും പേടിക്കണ്ട പിള്ളേരെ. അണ്ണനുള്ളപ്പോൾ ആരും പേടിക്കണ്ട പിള്ളേരെ. അയ്യോ നമ്മുടെ ബെഡ് കയറാണ്ട് പൊട്ടിച്ച്.
നമുക്ക് എന്തായാലും ഈ സ്കില്ലിന് നോക്കാം. നല്ലത്. എന്തായാലും നമ്മൾ ഔട്ടാവാം. അടുത്ത ഒരു ഗെയിമെങ്കിലും ഈ വീഡിയോയ്ക്ക് ഫസ്റ്റ് നേടിയിട്ടേ ഉള്ളൂ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. എന്തുവാ മാഞ്ഞിരിക്കുന്നത്? നറൂട്ടോക്ക് ഇരിക്കുന്നത് അവിടെ. അയ്യോ ഞാൻ തിരിച്ചു കയറി. എനിക്ക് പാർക്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ നല്ല ലാഗ്. ബൈ ബൈ. 3 2 അണ്ണം ബൈ ബൈ. എന്തൊരു സ്പീഡല്ലാക്കും. ഇതാ ലൂഫ്നിക്ക്. നറൂട്ടോ അല്ലേ? നറൂട്ടോ അല്ല, നമ്മുടെ ടീമേ നറൂട്ടോ. എന്തോ ഇവൻ നല്ല കളിയുണ്ടെന്ന് തോന്നി കേട്ടോ. ഇവൻ്റെ കൂടെ അടുത്ത് പറ്റിയൊക്കെ ഇരിക്കാൻ. തുമ്മൽ ഇതുകൊണ്ട അപ്പുറത്ത് ഐലൻഡ് ഉണ്ട്. അത് അങ്ങോട്ട് സ്പീഡിൽ പോ. അവന്മാരെന്നെ ഇങ്ങോട്ട് വരണ്ട. അവന്മാരെ ഇവിടെ വെച്ച് തന്നെ അങ്ങ് ബ്ലോക്ക് ആക്കാം. ഒരു മതിലിവിടെ ഞാൻ പണി. ഇത് നമുക്ക് മാത്രം മതി. അതെന്തോ അവിടെ കണ്ട് നൃത്തം കളിക്കുന്ന ആരാണ്ടൊക്കെ. കോൺക്രീറ്റ് മേടിച്ച അവന്മാര്. കോൺക്രീറ്റിന് എന്തൊക്കെ വേണമായിരുന്നു? 2 ഡയമണ്ട് മതി ഇല്ലയോ? $28 ഡയമണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതുണ്ടാക്കാം. അല്ല അതെടുക്കാം. അല്ല ഡയമണ്ട് അല്ല, 28 ഇത് ഗോൾഡ്. ഇരുപതായി. 28 വേണം. അവനെ ചാവും ഞാൻ. അതുകൊണ്ട് നമ്മുടെ ഐലൻഡിലോട്ട് വരുന്നു. 30 28 പെട്ടെന്ന് ഒപ്പിക്കാം. 28 ഇത് ഒരു വാള് കുറച്ചധികം 100 എടുക്കട്ടെ. ബാക്കി നമുക്ക് ഇതിനകത്തോട്ടും വയ്ക്കാം. നാലിതുണ്ട്. പെട്ടെന്ന് പോവാം. പെട്ടെന്ന് മറിഞ്ഞു വരാതെ പിടിച്ചു. ഒരു ഡയമണ്ട് കൂടെ ഉണ്ടെങ്കിൽ ബാക്കി ഫുൾ അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷെ ഒരു ഡയമണ്ട് എൻ്റെ ഇല്ല. ഡയമണ്ടിന് എന്തൊക്കെയായിരുന്നു? ഡയമണ്ട് കൊണ്ട് എനിക്ക് ബാക്കി കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഡയമണ്ട് ബാക്കി വേണ്ടത്. ഇനിയിപ്പം ബാക്കി കോൺക്രീറ്റ് ഉണ്ടാക്കി ഒപ്പിക്കാം. കോൺക്രീറ്റ് ഇനി നമുക്ക് പോയിട്ട് ഇനി 4 എണ്ണം വേണം. 4 എണ്ണം ഇല്ല. ഇനിയിപ്പോൾ നമുക്ക് പോയിട്ടില്ല, അതെടുക്കാം. ഇവൻ ബ്രിഡ്ജ് ചെയ്യും. പ്രോ ബ്രിഡ്ജറാണ്. ബെഡ് റോക്ക് എഡിഷൻ ആണെങ്കിൽ ഉണ്ടല്ലോ.
എനിക്ക് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. അവിടെ ഫുള്ള് ഫൈറ്റ് ഓടിക്കുക. എനിക്ക് ഈ ഫൈറ്റിടെ അവിടെ പൊരിയുദ്ധം. ലവൻ വന്ന് തട്ടിയെടുത്തു. ഒരു ഇത് വരട്ടെ. വന്നു. ഓടിക്കോ കണ്ടമ്മായി ഓടിക്കോ. ഏത് കളവനാണ് ഓടിക്കുന്നത്? നീയാണ് ന്യൂബേ. ഓ ഓട്. ആരെങ്കിലും വന്നെന്നെ രക്ഷിക്കടാ. അതേമാതിരി ഇതോട്ടുണ്ട്. ഇതും വെക്കാം, ഡൈമൻഡും വെക്കാം. ഇതൊന്നും വെക്കുമ്പോഴത്തേക്കില്ല ഗ്രീന് കൊണ്ട് പോകുന്നു. എടാ ചെക്കനത്തോടൊന്നൂടെ കടന്ന് എൻ്റെ ചെക്കനത്തോടുകൂടെ നീ എവിടെ ഉണ്ടാവനി പറ്റുന്നതുകൊണ്ട് ആ വരി കൂടെ പോകുന്നത്. നമുക്ക് ഈ വരി കൂടെ പോവാം. അവനെ കാണുന്നില്ല. ഇല്ല, ബ്ലൂ നീലും എല്ലാം കൂടെ ഉണ്ടല്ലോ. ഇതിൽ കൂടെ ചെക്കനെ തോടാതെ ഇഞ്ചൂരിൻ്റെ അത് വരുന്ന ഇടയ്ക്ക് ചെക്കനെ തോടാതെ. ബെഡ് ഡിസ്ട്രോയിഡ്. ഞാൻ ചത്തി. ബൈ. ബാഡ് ബോയ എന്നെ ബെഡ് ഇതാക്കിയ. ഈ ഒരു ലെവലും കൂടെ കളിക്കാം. എന്നിട്ട് ഞാൻ കളിച്ച് ജയിച്ചില്ലെങ്കിൽ സോളോ കളിക്കാം. സോളോക്കകത്താണ് കളി ഇരിക്കുന്നത്. ചാർജൊക്കെ ഇട്ട് മാറ്റാൻ പറ്റും. എൻ്റെ അമ്മ ആരായിരിക്കും ഈ വട്ടം എൻ്റെ ടീം? അതുകൊണ്ട് ആ വെള്ളമുടിയൻ ആയാൽ മതിയായിരുന്നു. വെള്ളമുടിയിൽ കളിയുണ്ടെന്ന് വെള്ളമുടിയനല്ല, ആ പാണ്ടയല്ല. പാണ്ടയല്ല, ബിയറിൻ്റെ ഷേപ്പ്. ഇതായിരുന്നു. ആരാടഞ്ഞു ഈ കളവനെ കളിക്കാന്ന് പറഞ്ഞിട്ട് ടെക്നോപ്ലേ അവൻ ന്യൂ ആണ്, പുതിയതാണ്. എന്നിട്ട് കളിക്കാൻ അറിയൂട്ടായി. നമ്മൾ തോറ്റി കട്ടോ. ബൈ കറ്റ. ഇവിടെ ഇനി അയനില്ല. അയമ്പുഴ ഫസ്റ്റ് 9 ആരാണ്ടോ നമ്മുടെ ടീമിൻ്റെ ആരാണ്ടോ ആരെ കാണുന്നില്ല. അപ്പുറത്തോ ഇല്ലെങ്കിലോട്ട് ഉള്ള വെടിയ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബ്രിഡ്ജൊക്കെ അവൻ പൊട്ടിച്ച്. ബെഡ് പൊട്ടി എടുക്കാൻ പോയി അവന് ബ്രിഡ്ജ് ഉണ്ടാക്കി കൊടുത്തു. ഇതങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം. ഗ്രേഡ് ആയിട്ട് നമുക്ക് ഈ വഴി കൂടെ പോവാം. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വെച്ചേക്കുന്നത്. അവരുടെ ബെഡ് എടുക്കാതിരിക്കാൻ. ഞാനും ചത്ത്. ഇനിയിപ്പോൾ ഈ ഒരു കളിയും കൂടെ അല്ല ഊജോ ഹബിലോട്ട് തിരിച്ച് ബാക്ക് ടു ഹബ്. ടെലിപോർട്ടിങ് ഇതന്നെ. എനിക്ക് സോളോ കളിക്കാനാണ് ഇഷ്ടം. ടീമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും കൊള്ളാതില്ല. സോളോ കളിക്കണം. ഇവിടെ സോളോ അതാരാ അവിടെ എനിക്ക് കമ്പ്യൂട്ടറിൽ പണി തന്നെ. പുതിയ സെർവർ ഉണ്ടാക്കുന്ന അവന് 8 പ്ലെയറും കൂടെ വേണം. ഇവനല്ലേ മറ്റേ അവന് എൻ്റെ കൂടെ തന്നെ പാണ്ട പോലത്തെ കളിഞ്ഞ കളിക്ക്. ഇഞ്ഞോ ഇവനായിരുന്നു കൊണ്ട് അവന് പാർക്കൂറും അറിഞ്ഞൂടാ. ഇത്ര അറിഞ്ഞൂടാ. എന്തായാലും ഞാനും ചെയ്ത് കാണിക്കാം.
ഒറ്റയ്ക്ക് കളിക്കാൻ പോവാടാ, ഒറ്റയ്ക്ക് ഇനി ജയിക്കാൻ പോകും. ആദ്യത്തെ 5 കൊണ്ട് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു. ആദ്യത്തെ 5 കൊണ്ട് എൻ്റെ പന്നിമുക്ക് ആദ്യത്തെ 5 കൊണ്ട് ഇവിടെ വന്ന് സാധനങ്ങൾ മേടിച്ച് 3 മേടിച്ച് ഇവിടെ ഇങ്ങനെ വെക്കുക. ഇത്ര പെട്ടെന്ന് ഓറഞ്ച് ടീം എലിമിനേറ്റ് ആയ ഞാൻ സ്ലാഷ് ഫൈന സ്വന്തമായിട്ട് എലിമിനേറ്റ് ആവുന്നത്. സ്വന്തമായിട്ട് എന്തോന്ന് ചെയ്യുക വരി എന്തായാലും സ്വന്തമായിട്ട് അങ്ങ് എലിമിനേറ്റ് ആവും. ആദ്യത്തെ 16 ഗോളും കൊണ്ട് നമുക്ക് നമ്മുടെ ഇതങ്ങ് സെറ്റാക്കാം. നമുക്ക് പോയിട്ട് ഇവിടിങ്ങനെ കുറച്ചും കൂടെ പൂളും ഇപ്പോഴത്തേക്കും ഒരു 11 ഒരു സോഡും ഒരു കുറച്ച് 16 പൂളും മേടിക്കാം. ഇപ്പം താരെ പോയനെ $5 ഡയമണ്ട്. അതിൻ്റെ മണ്ടയ്ക്കും കൂടെ ഇത് വെച്ചിട്ട് പോടാം ഓടിയിട്ട് ഇവിടെ ഇങ്ങനെ ആയിട്ട് ഇത് വയ്ക്കാം. എന്നിട്ട് നേരെ പോയി അങ്ങോട്ട് 4 ഡയമണ്ടും കൂടെ ഉണ്ട്. അത് ചെസ്റ്റ് ആട്ടോട്ട് വയ്ക്കാം. ചെസ്റ്റ് ഉണ്ട്, 2 ചെസ്റ്റ് ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ആയിട്ട്. ഇവിടെയായിട്ട് ഇത് ചെയ്യാം. അതുകൊണ്ടിരിക്കുന്നു ഉള്ളത് കൊണ്ട് ജീവിക്കും. വേണം പോലും ഇല്ല. തല്ലി ചെസ്റ്റ് 2 ചെസ്റ്റ് വേണം കാണുന്നോളൂ. അതുകൊണ്ടിരിക്കുന്നു. കളി തുടങ്ങിയപ്പോൾ ഞാൻ കണ്ടായിരുന്നു. അതോ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഒരു ഇതും കൂടെ ഉണ്ടെങ്കിൽ 5 ഇതും കൂടെ വേണം. ഡയമണ്ടും കൂടെ വേണം. ഇതുവരെ നമുക്ക് ഇത് സഹിച്ചുകൊണ്ട് ജീവിക്കും. അഞ്ചെണ്ണം കിട്ടി. ഓടിക്കോ. 1 2 3 1 2 ബ്ലോക്കിനായിട്ട് കുടുങ്ങിപ്പോയി. പേടിക്കണ്ട, നമ്മൾ ജയിക്കും. ജയിച്ചിട്ടേ അടങ്ങൂ. 4 ഇതും കൂടെ വേണം. ഒരു 8 ഇതും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അടുത്ത അത്ര മതി. ഇനി ഞെപ്പിക്കാൻ കഴിയും. അപ്പോൾ ബാക്കിയൊക്കെ അത് അങ്ങോട്ടൊക്കെ വെച്ചിട്ട് ബാക്കിയും തപ്പി നമുക്ക് പോവാം. ബാക്കിയുള്ളവരെ തീർക്കാൻ പോയി. ഇത് 7 എണ്ണം ഉണ്ട്. ഇതും കൂടെ കൊണ്ടുപോവാ. പെട്ടെന്ന് ഇനി ആക്വാ ടീമും ഒരു റെഡും, ആക്വാ ടീം നമ്മളാ ബ്ലൂ, ഇനി ഒരു റെഡും ഒരു ഞങ്ങൾക്ക് ഗോൾഡും കിട്ടി. അടുത്ത ഡയമണ്ട് ചെസ്റ്റ് പ്ലേറ്റിന് 32 ഡയമണ്ട് 4 ഇതും വേണം.
ഒരുത്തന്നെ ആയിട്ടുള്ളൂ. ഒരാളെ ഇരിക്കട്ടെ. അയ്യോ ഞാൻ വൂളെടുത്തില്ല. ചത്ത് വൂളെടുക്കാൻ പോണം. വൂളിന് ഇവിടെ ഇങ്ങനെ നമുക്ക് വൂള് 2 സ്റ്റാക്ക് വൂള് മേടിക്കാം. 2 3 4 ആരെങ്കിലും ബാക്കിൽ നിന്ന് വന്ന് എന്നെ അടിക്കും. അതിന് തന്നെ ബാക്കോട്ട് തിരിഞ്ഞ് ഇനി നമുക്ക് പോയിട്ട് ബാക്കിയുള്ളവന്മാരെ തീർക്കാൻ ശ്രമിക്കാം. അതിന് ഈ 14 ഡയമണ്ടും കൂടെ ഉണ്ട്. അതും കൂടെ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു പിക്കാസ് കാണാമായിരിക്കും. കോൺക്രീറ്റ് 32 ഇത് ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ. ഇതും കൂടെ മതി ഫുൾ ഡയമണ്ട് ഉണ്ടാക്കാൻ. ഒരു എമറാൾഡ് പ്ലീസ്. ഒരു എമറാൾഡ് പ്ലീസ്. ഒരു എമറാൾഡ് മേടിച്ച് തിരിച്ച് വരുന്നവരെ എനിക്കൊന്നും പറ്റില്ല. താനേ വീടില്ല. ഗ്രേ ടീം ചത്ത്. ഇനി ഞാനും റെഡും മാത്രം. റെഡ് ഇങ്ങോട്ട് ഇപ്പോൾ വരും. പിന്നെ തന്നെ സെറ്റപ്പ് വ്യൂ വൈബാക്കണം. 32 ഡയമണ്ട് എടുത്തിട്ട് അങ്ങോട്ടും കൂടെ അതുകൊണ്ട് വരുന്നു. റെഡ് ഇതുകൊണ്ട് വരണവനി പിന്നെ അവൻ ഓടി തിരിച്ചു. അവനും ഡയമണ്ട് ആർമറാവാൻ വേണ്ടി. ഇനി നമുക്ക് അവൻ്റെ അങ്ങോട്ട് എല്ലാം നിനക്ക് തീർക്കാൻ കഴിയില്ല ബ്രോ. ഐ ആം ദ ബെസ്റ്റ് ഓഫ് ലക്ക്. ഇത് തരണം. അവൻ മേളിലോട്ട് പോകും. എന്നെ എങ്ങോട്ട് പോയി ചേച്ചാൽ അവനോണ്ട് എങ്ങോട്ട് പോകും. എവിടാണ്ടോ പോയി അവൻ ചത്തുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ടൈമിൽ ചേർന്നറാബോ. എനിക്ക് ഇന്നെ കൊല്ലാൻ കഴിയുന്നില്ല. എന്നിട്ട് നല്ല ലാഗ് വരുന്നുണ്ട്. എനിക്ക് കൊല്ലാൻ പറ്റുന്നില്ല അവനെ. ഞാൻ പുരിപ്പു പോയി ടാറ്റ. ഞാൻ ചത്തു. അയ്യാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തി ബ്രോ. കഷ്ടപ്പെട്ട് ഇത്രയും ജയിച്ച് വന്നപ്പോൾ ഞാൻ സെക്കൻഡായി. എന്തായാലും സെക്കൻഡെങ്കിലും ആയില്ല. ജയിക്കേണ്ടി തന്നെ ഞാൻ. ഇതെന്തു എൻ്റെ അവൻ്റെ ആയിരിക്കും. അവൻ്റെ ആണ് 100 വട്ടം ഞാൻ മരിച്ചു. ഇവിടെ എൻ്റെ ഡ്രീമിൻ്റെ സ്കിന്നിട്ട് ഒരാളെ കണ്ടല്ലോ. ആർക്കറിയാം. 100 വട്ടം എന്തായാലും ഞാൻ സെക്കൻഡ് അതിൻ്റെ സ്മാർട്ട് ഇൻ ദ വേൾഡ്. നിങ്ങൾ അറിയാൻ ഞാൻ ജാബുകാരെ വെച്ചാൽ അവൻ്റെ തലയും കുത്തിനിപ്പോൾ ഞങ്ങൾക്ക് ഒരു വട്ടം ഹൈഡ് ആൻഡ് സീക്കും കൂടെ കളിക്കാം. എന്നിട്ട് ഈ വീഡിയോ നിർത്താം.
ഹൈഡ് ആൻഡ് സീക്ക് മാപ്പിന് വോട്ട് കൊടുക്കാം. എനിക്ക് ഓഫീസ് മതി. ഓഫീസ് ഇത്രയും കുഴപ്പമില്ല. ഞാൻ ഹൈഡ് ആൻഡ് സീക്ക് ഒരു കളി കണ്ടാൽ ജയിച്ചിട്ടുണ്ട്. ഒന്നല്ല കുറച്ച് കളി ജയിച്ചു. താരം കാണിക്കുമല്ലോ. അതാണ്ട് 5 കളി ജയിച്ചു ഞാൻ ഹൈഡ് ആൻഡ് സീക്ക്. എനിക്ക് ഹേ മതി. ഹാർമസ്റ്റ് ആയിട്ട് ഓഫീസ് കിട്ടിയില്ല. ശരിയാണ്. എല്ലാം കുഴപ്പമില്ല. ഇല്ലെങ്കിൽ കിട്ടണമെന്നില്ലല്ലോ. നമുക്ക് കിട്ടാത്തതെല്ലാം കിട്ടും. അയ്യോ എടാ കളിയാ ശോഷണിക്ക് ഞാൻ ഹേ ആണ്. ഞാൻ എവിടെ പോയി വിളിക്കും? എനിക്ക് വിളിക്കാൻ പറ്റിയ സ്ഥലം എന്തെങ്കിലും ഉണ്ടോ? അതാണ്ടിരിക്കുന്നു. നല്ല ലാഗ്. എന്തോ എൻ്റെ ഉള്ളിലോട്ട് വന്ന് വിളിക്കുന്നു. എന്തു ലാഗ. എന്നെ തോപ്പിക്കരുത്. ഞാൻ ഓടട്ടെ. ഞാൻ പാവമാണ്. എന്നെ തോപ്പിക്കരുത്. അവൻ്റെ പുറകെ തന്നെ തോന്നിപ്പം കിട്ടിച്ചാല ഇങ്ങനെ ഇന്ന അങ്ങോട്ടുള്ള വ്യൂ കാണും. അതുകൊണ്ടിരിക്കുന്നല്ലോ അവൻ എന്നെ ഓടിച്ചവൻ. അതുകൊണ്ട് അവിടെ ഇന്ന് പതുങ്ങി ഇന്ന് അങ്ങോട്ടാ പോയി. ഡിഗ്രി ആർക്കറിയാം. നെതറൈറ്റ് ഡിഗ്രി എൻ്റെ തൊട്ടടുത്തൂരല്ലോ. ഒരാളാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട്. എന്നെ ആരും കാണത്തില്ല. കണ്ടോ? ഐറ്റം സീക്കർ സ്മാഷി. ഈ വാവിട്ടോണ്ട് ഇയാളെ നമുക്ക് കൊന്നാലോ. ആ ഫുൾ ഡൗൺ വരും. പിന്നെ ഞാൻ ഈ ലാമ ആൾക്കാരെ പിടിക്കാം. ഇത് 18 പോയിന്റ് കിട്ടും തരും. അതുകൊണ്ട് അവനിട്ട് തന്നെ ഓടിച്ചു. എന്നിട്ട് ഞാൻ കയറി ഇവിടെ വന്ന് ഓടിച്ചു. അവിടെ ഇങ്ങനെ ആയിട്ട് കളിക്കാൻ നല്ലൊരു സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇങ്ങനെ കാണാം. അവിടെ ഇങ്ങനെ നല്ലൊരു സ്പേസ്. ഇവിടെ അതിനെക്കാട്ടി കിടക്കുന്ന സ്പേസ് സ്പേഷ്യന്. നെതറൈറ്റ് ഡിഗ്രിയൊക്കെ മൈൻഡ് ചെയ്യാൻ കഴിയും. ഹൈവ മൈൻഡ് ചെയ്യാൻ കഴിയത്തില്ല. ആൾക്കാരെല്ലാം കണ്ടു കഴിച്ചു. നമ്മൾ ബോൾ കിട്ടി താഴെ വീഴുന്നത്. ഓടി വേണം ശരിയാണ്. എല്ലാ ആൾക്കാരും പോയിക്കളയും. വാ വേഗം പോവാം. ഞങ്ങളാണ് അയാൾ വഴി വെച്ച് കണ്ട് പിന്നെ മാച്ചിനാണ് വിളിച്ചാലോ. ഓടി വാ. യൂസും ചെയ്യാറുണ്ട്. പക്ഷേ യൂസ് ചെയ്തിട്ട് ചാവണ്ടായിരുന്നു. ഇതങ്ങ് ചാവത്ത് ഊതുകൊണ്ട് കൊന്നു ഒരാള്. പെട്ടെന്ന് എന്നെ ഇറക്കി വിട്. എവിടെ പോയി? അപ്പം ഊതുകൊണ്ട് കൊന്നു. മൂന്ന് പങ്കിനും ഒരു ഇതുമായിട്ട്. നിന്നെ ഞാനിന്ന് കൊല്ലു. നീ എങ്ങോട്ട് ഓടിയിട്ട് വേറെ പ്രയോജനമില്ല. നിന്നെ ഞാൻ ഇന്ന് കൊല്ലു. ഇവിടെ ചെക്കനെ തൊട്ട് കളിക്കുന്നോടാണ്. ഇവിടെ ചെക്കനെ തൊട്ട് കളിക്കുന്നു. ഇമാര് ഈ മാച്ച് തീരുന്ന വരെ ഓടാനാണ് പ്ലാൻ. പ്ലാൻ നടക്കത്തില്ല. ബ്രോ ഞാൻ നിന്നെ കൊല്ലും. എന്തുകൂടെ ഇവനിട്ട് ഓടിപ്പിക്കുന്നേ? ആരും കളക്ഷനിൽ പോയി നിൽക്കാനാണോ നിന്റെ പ്ലാന്? ഉരുവെട്ടുണ്ട്. ഉരുവെട്ടും കൂടെ മതിയായിരിക്കും. എത്തിയില്ല. നമുക്ക്
നെറ്റിൻ്റെ ലാഗ് ശ്രദ്ധിപ്പെടുത്താതെ അവനെ ഞാൻ കൊന്നു. മെല്ലനാണ്ട് വീട് കൂടെ ഓടിയില്ല. മെല്ലൻ ഇവിടെ വന്ന് വിളിച്ചോ? ഈ ഏടൊക്കെ മേളിൽ പോയി വിളിക്കുമായിരുന്നു. നിന്റെ മേളിയൊക്കെ പോയി വിളിക്കാൻ സാധിക്കുന്നു. സമയം തീരാറ് ഇതുകൊണ്ട് വന്നു മെല്ലൻ. ഹായ് മെല്ലൻ, ഹായ് മെല്ലൻ, ഹായ് മെല്ലൻ. ഷോർമോച്ചി വേണമുണ്ടോ? ഷോർമോച്ചി ഇല്ല എന്തായാലും. നമ്മൾ ഒരു കളി ബെഡ്വാറി ജയിച്ചു. നമുക്ക് ഇത്രയൊക്കെ മതി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഞങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. തെറ്റ ബൈ ബൈ. ചേട്ടൻ ഡെഡ് റണ്ണ് കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഡെഡ് റണ്ണ് എനിക്ക് ഇത്ര ഇഷ്ടമല്ല. എനിക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബെഡ് വാറും ഉള്ളതുമാണ്. ഇതെന്തുവാ പാർക്കോർ വാർസ്. ഇത് ബ്രിഡ്ജർ ഞാൻ ഇതുവരെയും കളിച്ചിട്ടില്ല. അത് കേട്ടൊന്ന് കളിക്കാം. ഒരു ടീമായിട്ട് കളിക്കാം. എനിക്ക് അറിഞ്ഞുകൂടാ കളിക്കാൻ. എന്തുവാ കളിക്കാൻ? ഗെയിം സ്റ്റാർട്ടായില്ല. സ്റ്റാർട്ടാവുന്നേ ഉള്ളൂ. ഇത് കളിക്കുന്നതിനകത്ത് ഐറ്റം സെലക്ഷൻ അവൻ്റെ പറക്കുന്ന അവന്മാർക്ക് ഒന്നാ. എടാ സോറിയടാ, ഞാൻ ഇല്ലാടാ. അവൻ്റെ കളി കയറി ഞാൻ തുറക്കൂടാ. പ്ലെയറാണ്. എന്നെ നീ അടിക്കോടോ? അടിച്ചോടോ നീ എന്നെ അടിക്കുമോ? പിന്നെ കൊള്ളിച്ച് എൻ്റെ സ്ഥലത്ത് സോറി കളിയാ. നമ്മൾ തോക്കും. എനിക്ക് ഈ ബ്രിഡ്ജറ് കാണൂടാ. അതുപോലും ഞാൻ അവന്മാർ എൻ്റെ സ്ഥലത്തോട്ട് വരുന്നത് പോലെ നമുക്കും അവന്മാരുടെ സ്ഥലത്തോട്ട് പോകാം. അകത്തുണ്ട് എന്തായാലും നമുക്ക് ബാക്ക് അടിച്ചിട്ട് ഒരു റൗണ്ട് വേറെ എന്തെങ്കിലും കളിക്കാം. നിങ്ങൾക്ക് ഈ സെർവറിലൊക്കെ കയറണമെങ്കിൽ സെർവറിൽ കയറി എന്നായിട്ട് ഫ്രണ്ട്സൊക്കെ ആവാം. ഒരു വട്ടം സുധീനെ കണ്ടിട്ടുണ്ട്. ഇതിനകത്തൊക്കെ സുധി വരും. സുധി ഇത് ഭയങ്കര പ്ലേ. ഇതിനകത്ത് നമുക്ക് ഇനി ഇതിനകത്ത് കയറാം. അത് കുറേ ഉണ്ട്. ഗ്രൗണ്ട് വാർ അതെന്തുവാ? കോഹ്ലിയുടെ പടം. ഇതിനകത്ത് എൻ്റെ സ്റ്റേറ്റസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കളിച്ചിട്ടില്ല കണ്ടാ. മൊത്തം ചേച്ചി ഞാൻ ഇവിടെ കാണിക്കും ഇല്ലേ? പിന്നെ മണ്ടക്കോട്ട് കയറി നിന്നാലോ, എന്നിട്ട് നമ്മൾ ജയിച്ചെന്നങ്ങ് പറയാം. അയ്യോ പറ്റത്തില്ലേ, അവിടെ ഭാര്യ ബ്ലോക്കാണ്ട് ഇരിക്കുന്നു. ഞാൻ മണ്ടക്ക് ഇനി ഷോ എടുക്കായിരുന്നു. വിന്നർ ഓഫ് ദിസ് മാച്ച് ആൻഡ് ദ വിന്നർ ഓഫ് അഗ്ലി മാച്ച്. 3 പേരെങ്കിലും വേണം. ഈ ഗ്രൗണ്ട് വാർ എന്തൊരു പാടാണ്. ഇവിടെയെങ്കിലും ആരും ഇല്ല ഗ്രൗണ്ട് വാർ കളിക്കാൻ. എന്തുവാ സ്പൈക്കാ? ഈ 2 പേരും കൂടെ 10. ഇനി 10 പേര് മതി യഥാർത്ഥത്തിൽ. 12 പേര് കളിപ്പോൾ തുടങ്ങും. സ്റ്റാറ്റസ് ഇനി നോക്കുക കേട്ടോ. ഇവൻ്റെ നല്ല സ്റ്റാറ്റസ് ആയിരിക്കും. എൻ്റെ മൊത്തം മുട്ടയാണ്. ഇതിനകത്ത് നോക്കാൻ എന്തിരിക്കുന്നു? മുട്ട മുട്ട മുട്ട. ഇപ്പം 1 കയറും, എന്നിട്ട് ഡെത്തും 1 ആവും, പിന്നെ ലൂസും 1 ആവും.
ഗ്രൗണ്ട് പറഞ്ഞ വെച്ചാൽ ഇതാണോ? എന്താ അടിക്കാൻ പറ്റാത്ത അനങ്ങാൻ പറ്റുന്ന കൂടെ മുട്ടയൊക്കെ ഇരിക്കുന്നു. ഇതിൻ്റെ ഉണ്ടെങ്കിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല. ഇവന്മാരെന്തൊക്കെ ബ്ലോക്ക് വെച്ച് ഞാൻ ചിന്നുണ്ടെങ്കിലും നടന്നു ചോദിച്ചാൽ മുട്ടയൊക്കെ ഇരിക്കുന്നു. ഓടിക്കോ കണ്ടം പോയി ഓടിക്കോ. എൻ്റെ മുട്ട എറിഞ്ഞ് ഇവിടോട്ടൊന്ന് കൊണ്ടാൽ മതി. ഇതിനല്ലേ സൗണ്ട് പക്ഷേ കളിക്കാൻ. മുട്ടയെടുത്ത് പറപ്പിക്ക്. മുട്ടയ്ക്ക് 3D അനിമേഷൻ ഉണ്ട്. റൗണ്ട് ആവുന്ന നീയാണോടെ എന്നെ തോപ്പിച്ചേ? എന്നെ തോപ്പിച്ചേ ആണെന്നില്ല. മുട്ടയെടുത്തൊക്കെ നമ്മൾ എറിയുന്നേ. ഓ എന്നെ പറപ്പിച്ച്. ബൈ ബൈ സ്നൈപ്പ് 360 സ്നൈപ്പ്. എന്നാ മുട്ട മുട്ട. ഓ 360 മുട്ടയില്ല. മുട്ട പവർ ഒരാളെ ഞാൻ കൊന്നു. മുട്ട പവർ ഇത് പറക്കുമില്ല. അവന്മാരുടെ സ്ഥലത്ത് എന്നാ പിടിച്ച അവർക്ക് ആർമറൊക്കെ ഉണ്ടല്ലേ. മുട്ട എടുത്തറിയാം. വൈറ്റ് പേസിഡ് മുട്ട ഇനി ഒരുത്തില്ലയോ? ആ വന്നു. എൻ്റെ ഏരിയയിലേക്ക് മുട്ട എടുത്ത് വെച്ചോടെ നിന്നെ ഞാൻ. എൻ്റെ അടുത്തോട്ട് മുട്ട എടുത്തെറിഞ്ഞു. അതിനുള്ള പ്രതികാരം ഇന്നാ പിടിച്ച മുട്ട. ഞാൻ അവന്മാരുടെ ടീമിലോട്ട് കയറാതെ മുട്ട മുട്ട അടുത്ത ആള്. പക്ഷേ അവൻ്റെ ആർമർ പൊട്ടിച്ചേ ഉള്ളു. ആർമർ ഇട്ട് കഴിഞ്ഞാൽ ഒരു വട്ടം മുട്ട ഉണ്ടില്ലെങ്കിൽ പ്രശ്നമില്ലല്ലേ. ഇന്നോ പിടിച്ച മുട്ട 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 ഇന്നോ പിടിച്ച മുട്ട 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 ഇന്നോ പിടിച്ച മുട്ട 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 ഇന്നോ പിടിച്ച മുട്ട. അവന്മാരെല്ലാരും എനിക്ക് കൊല്ലാമോ? പോസ്റ്റർ പാവപ്പെട്ടവരെ കൊല്ലല്ലേ. അവൻ പറയുന്ന തന്നെ അടിച്ചു. എനിക്ക് കൊതി കയറുന്നു. മുട്ടപ്പവർ എല്ലാ ദിവസം മുട്ട കഴിക്കൂ. എല്ലാ ദിവസം മുട്ട കഴിക്കൂ. മുട്ട മുട്ടപ്പവർ കഞ്ഞിയോ 13 അവനെ കഴിച്ചാൽ എൻ്റെ പവർ കൂടും. ഇവിടെങ്ങാണ്ട് ആർക്കില്ല അവൻ ഉണ്ടായിരുന്നത്. കറക്ക് പൊട്ടിയായിട്ട് മാറിയത് എന്നെ കറക്കാവരാ. ഞാനൊരു കറക്കി എറിയുവാണല്ലോ. എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട്
മുട്ട എടുത്തെറിയും ഞാൻ. എന്നാ പിടിച്ചോ മുട്ട, എന്നാ പിടിച്ചോ, എന്നാ ഇനി മുട്ട ഇല്ലയോ? എക്സ്പ്ലോഷൻ ഗൺ എഡ്ഗോ, എന്നാ പിടിച്ചോ മുട്ട. അമ്മ മുട്ട എടുത്ത് മുട്ടയ്ക്ക് ബോംബ് വെച്ച്. ആരാ ജയിച്ചേ? മറ്റോമാരാ. 46 മുട്ട പിന്നെ അല്ലല്ല അത് ഇതിന് ക്ലിയർ ആക്കാം. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വേണമെങ്കിൽ ഈ ഹൈവേ വന്ന് കയറാം, എന്നിട്ട് കളിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വന്ന് കളിക്കാം. ഇതിപ്പോൾ 41 മിനിറ്റ് ലെങ്താണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വന്ന് ഈ ഹൈവേ വന്ന് കളിക്കാം, അതിനൊരു കുഴപ്പമില്ല. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് യു ആർ നൗ വിസിബിൾ. നമുക്ക് ഇനിയിപ്പം അടുത്ത ലെറ്റ്സ് പ്ലേ എപ്പിസോഡോ അല്ലെങ്കിൽ ഹൈവിൻ്റെ ക്യൂബ് ക്രാഫ്റ്റ് എപ്പിസോഡിൽ പില്ലേഴ്സ് ഓഫ് ഫോർച്യൂണായിട്ട് കാണാം. പിന്നെ ബൈ ബൈ. ഈ 13 മാറ്റിയിട്ട് വരാം. ബൈ ബൈ.